ഹലോ, വെൽക്കം ടു മോംസ് റുട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും ഈദ് മുബാറക്ക്. എല്ലാവരും പെരുന്നാളൊക്കെ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈദിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും അന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് ഞാനോ കുട്ടികളോ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ മോനക്ക് എടുത്തിട്ടുണ്ട് ഞാനൊരു ടീഷർട്ട്. പിന്നെ ഞങ്ങളാരും എടുത്തിട്ടില്ല. കാരണം എനിക്ക് പോണതിൻ്റെ മുന്നേ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇടുകയും ചെയ്തിട്ടുണ്ട്. ഒരു മാസത്തെ ലീവൊക്കെ ആയ കാരണം കൊണ്ട് അത് നമ്മൾ എടുത്ത ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകാമെന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. മാക്സിമം നമ്മൾ ഒരു മാസമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഡ്രസ്സ് എടുക്കേണ്ട കാര്യം കുട്ടിയോട് ചോദിച്ചപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയിന്ന്. പിന്നെ പെരുന്നാളിൻ്റെ തലേദിവസമായിട്ടാണ് ചോദിച്ചത്. അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വെച്ച് പോയതല്ലേ, ഇപ്പോൾ ടൈറ്റായിരിക്കും, അപ്പോൾ വേണ്ട, നമുക്ക് പിന്നെ എടുക്കാം, ഞങ്ങൾക്ക് ഡ്രസ്സ് ഉണ്ടല്ലോ എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെ മക്കൾ പെരുമാറുമ്പോൾ അതല്ലേ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മളെ മക്കൾ തന്നെയാണ് കേട്ടോ. നല്ല മക്കളെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മളെ ലൈഫിൽ നമുക്ക് എന്തുണ്ടായിട്ടെന്താ, നമ്മളെ മക്കൾ നന്നായില്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ മക്കളാണ് നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത്. എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിയും ആഫിയത്തും ദീർഘായുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം നമ്മളെ മക്കൾ നന്നായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിട്ട് അകത്ത് കണ്ട് കൊണ്ടുപോകാനായിട്ട് ചെയ്യുന്നത്. രാവിലെ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഫ്രൈഡ് ചിക്കനും ബ്രെഡും ഇട്ടാൽ. അപ്പോൾ അത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പണി തീരുമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലേക്ക് എന്തായാലും കുടുംബ സന്ദർശനം പെരുന്നാളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് കയറി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൊടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ആരെങ്കിലും വരുമ്പോഴത്തേനും അത് നല്ല തണുത്തിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ അടപ്രഥമൻ പായസമാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ സിമ്പിളാണല്ലോ. പിന്നെ അതാ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. അത് മോളാണ് ഉണ്ടാക്കുന്നത്. ഇത് സാധാ പുഡിങ്ങിന് കേട്ടോ. നമ്മൾ ജലാറ്റിന് പാലിലൊന്ന് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കൈ വെക്കാതെ ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ കുറുക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വാനില എസൻസ് കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതേപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കുറുക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഈസി ടേസ്റ്റി പുഡിങ്ങാണ്. അപ്പോൾ അത് നമ്മൾ കുറുകിയപ്പോൾ ഒരു ട്രെയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കബാലിയത്താണ് കേട്ടോ. കബാലിയത്ത് റൈസ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഒരു 5-6 പച്ചമുളക്, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ പൊടികൾ ചേർത്തെടുക്കണം. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി, പിന്നെ ഒരു 2 സ്പൂൺ കപ്സ മസാല, 2 മാഗി ക്യൂബ്, ചിക്കൻ ക്യൂബ് ഇട്ടാൽ അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. പൊടികളുടെ അതൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ നമ്മൾ കബാലിയത്ത് നല്ല ടേസ്റ്റുള്ള റൈസാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കനും നല്ല ടേസ്റ്റാണെന്ന് ഞാൻ സുർബിയാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് കബാലിയത്ത് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചത്. എന്നിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാം കൂടി. അപ്പോൾ ഒരു 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ എല്ലാം കൂടി വീണ്ടും മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ക്യാരറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കാണ്, ഒരു ക്യാപ്സിക്കം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില. അപ്പോൾ അതൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് പുതിനയില കൂടാതെ ഒരു സ്പൂണോളൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇതിൽ മുന്തി നിൽക്കേണ്ടത്. അപ്പോൾ അത് 2 സ്പൂണ് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മളൊരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഇതാണിത്, ചിക്കനാണിത്, ഈ കബാലിയത്തിൻ്റെ റൈസിൻ്റെ ചിക്കന്. കുറച്ച് ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 സ്പൂണ് ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ. പിന്നെ നമ്മൾ എനിക്കുള്ള റൈസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ
ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഈ 2 എണ്ണം വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസിൻ്റെ നമ്മൾ ഇരട്ടിയിലും കുറച്ചും കൂടി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ തിളപ്പിക്കാത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മാഗിൻ്റെ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടാ. അപ്പോൾ ഒരു ഹാഫ് വേവ് ആകുമ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് ഒട്ടാതെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഇത് ചോറ് വെന്തതിന് ശേഷം അതിലേക്ക് നമ്മളെ ചിക്കൻ ഉണ്ടാക്കിയ മസാലയിൽ നിന്ന് കുറച്ച് 1 സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇനി കുട്ടികൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ മോൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ ഇക്കാക്ക് അയച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഫാമിലി ഇതിലൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. അത്രയ്ക്ക് തന്നെ നമ്മൾ ഉണ്ടായിട്ടുള്ളൂ പെരുന്നാൾക്ക് വിശേഷങ്ങൾ. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും പിന്നെ നമ്മൾ പുഡിങ്ങും ഒക്കെ പായസമൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കില്ല. എന്തെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുക. പെരുന്നാൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടത് നമ്മൾ കഴിക്കില്ല, അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് കുറച്ച് റംബൂട്ടാനും കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ, അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കമൻസുകളുണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റുള്ള വിശേഷങ്ങളും കൂടുതൽ ഇതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇനി ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതിലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.